ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. ദൈവമക്കളായ പ്രേക്ഷകരുടെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ, അതും വിശുദ്ധ തിരുവെഴുത്തുകൾ എഴുതിയ ഭാഷയിൽ തന്നെ അതിന്റെ അർത്ഥം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സെഷനുകളിലെല്ലാം പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ അനേകം സംശയങ്ങൾക്ക് തൃപ്തികരമായ വ്യക്തമായ മറുപടി തരുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ സെഷനിലും അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്, നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാനായി. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ ഒരു സെഷനിൽ ത്രിത്വത്തെ പറ്റി, ട്രിനിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ ട്രിനിറ്റി എന്നത് 1+1+1 അല്ല, മറിച്ച് 1x1x1 ആണ് എന്ന് സാർ പറയുകയുണ്ടായി. അതിന് ഒരു പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഒരു നദിയും വേറൊരു നദിയും ചേർന്നാൽ ഒരു നദി തന്നെയല്ലേ? ഒരാൾക്കൂട്ടവും മറ്റൊരാൾക്കൂട്ടവും കൂടി ചേർന്നാൽ ഒരു ആൾക്കൂട്ടം തന്നെയല്ലേ എന്നുള്ളത്. ഇതിനെപ്പറ്റി ഒരു വിശദീകരണം പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. യെസ്, നമുക്ക് അത് അത്രയും ഒരു നിസ്സാരവൽക്കരിച്ച് കാണരുത്. ഓക്കെ. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയിലാണ് ടീച്ചർ ചോദിക്കുന്നു ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാണെന്ന്. അപ്പോൾ പുള്ളിക്ക് മറുപടി അറിയത്തില്ല. കുറേ നിന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഉമ്മടി വലിയ ഒന്നെന്ന്. ഉമ്മടി വലിയ ഒന്ന്. ഒരാൾക്കൂട്ടം വേറൊരാൾക്കൂട്ടം ചേരുമ്പം അപ്പോഴും ഒരാൾക്കൂട്ടം, പക്ഷെ ഒരു വലിയ ആൾക്കൂട്ടമാണ്. ഒരു നദിയും വേറെ നദികളും ചെയ്യുമ്പോൾ ഒരു നദിയാണ്, പക്ഷെ ഒരു വലിയ നദിയായി. ആ പ്രൊപ്പോർഷൻ അല്ല നമ്മളിവിടെ എടുക്കേണ്ടത്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് കയറുമ്പോൾ ഒരു വലിയ ദൈവമായി. പിതാവ് തന്നെയായപ്പം അത്രയും വലുതല്ല, സെപ്പറേറ്റ് ചെയ്താൽ അത്രയും വലുത്. മൂന്നോടെ ചേരുമ്പം ഉഷാറായി എന്നുള്ള അർത്ഥത്തിലല്ല അത് വരേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ട്രിനിറ്റിയെ പറ്റി മനസ്സിലാക്കുന്നതിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. അത് ദൈവം എന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിൻ്റെ മൾട്ടിപ്ലിസിറ്റിയുടെ കൊഹീഷനാണ്. The cohesion of the multiplicity of the person God. ദൈവം എന്ന വ്യക്തിയുടെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ കൊഹീഷനാണത്. ഇത് ഏറ്റവും ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവായതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് ആരംഭിച്ചു. അത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് ആരംഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടതായുണ്ട്. ഇനിയും അതിൽ കൂടെ തന്നെ വിശുദ്ധ പുസ്തകം പോയി ലാസ്റ്റിൽ വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ അവസാനിച്ചു, ഈ 3 പേരും കൂടെ ഒരുമിച്ച്. പക്ഷെ എത്രയോ നൂറ്റാണ്ടുകൾ തിരുവെഴുത്ത് നൽകപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് എന്നും ആശയക്കുഴപ്പമാണ്. കാരണം ഏകദൈവ വിശ്വാസം എന്ന കാര്യം വെളിപ്പെട്ടത് അവർക്കാണ്. മോണോത്തിസം എന്ന് പറഞ്ഞാൽ അവരുടെ ഫെയ്ത്താണ് മോണോത്തിസം, ഏകദൈവ വിശ്വാസം. ആ ഏകദൈവത്തിനകത്താണ് എഴുതി വരുന്നത് ഈ ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് വരുന്നത്. ഈ ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് അതിനകത്ത് വന്നുകൊണ്ട് അവർക്കൂടെ മനസ്സിലായില്ല, ഇന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായത് ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആർക്ക് ലഭിച്ചോ അവർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. അത് പരിശുദ്ധാത്മാവ് നിയോഗം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരാൾക്കും ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല.
ഓക്കെ. എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ ട്രിനിറ്റി എന്താണെന്ന് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാത്തത്? കാരണം അത് മനസ്സിലാക്കാനുള്ള സ്പിരിച്വൽ ഗ്രോത്തിലെത്തിയ ഒരാൾക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ വീട്ടിൽ ജനിച്ചു കൊണ്ടുവന്നൊരു കുഞ്ഞ് ചെറുതിൽ നമ്മളതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഡ്രസ്സ് ഇടുന്നതാണ്. അല്ല, കുഞ്ഞിന് നാണം തോന്നിയിട്ട് അത് പോയി ഒരു ട്രൗസർ എടുത്തിടുകയല്ല. പക്ഷെ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് ദ മൈൻഡ് ആസ് വെൽ ആസ് ദി ബോഡി ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ കുഞ്ഞു പോയി ഡ്രസ്സ് എടുത്തിട്ടോളും. ഇല്ല, പറഞ്ഞു കൊടുക്കാതെ തന്നെ കുഞ്ഞു പോയി ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. കാര്യം അതിന് ഗ്രോത്ത് ഉണ്ടായി. ഇനി നമ്മുടെ വീടിന്റെ അതിന് ചാണി കിടക്കുന്ന ചില കുരങ്ങന്മാരുണ്ടായിരിക്കും. ഈ കുരങ്ങന്റെ കുഞ്ഞിന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നിന്നിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ഒരു നിക്കറെങ്കിലും ഇട്ടുകൊണ്ട് ഈ മരത്തെ കയറണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, അത് വേറൊരു ലോവർ ലെവലിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാകത്തില്ല. മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ മാത്രം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പാപബോധം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുന്നല്ലേ? പരിശുദ്ധാത്മാ പാപബോധം നൽകാത്തത്തോളം കാലം പാപത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യനുണ്ടാകത്തില്ല. അവന് തെറ്റ് ശരിയെന്നൊരു ചിന്തയുണ്ടാകത്തുള്ളൂ. പക്ഷെ എനിക്ക് ശരിയായി പോയില്ല എന്നൊരു ചിന്തയുണ്ടാകത്തുള്ളൂ. അതിലെ പാപം എന്താണെന്ന് അവന് അറിയത്തില്ല. പാപം അറിയത്തില്ല. എപ്പോഴേ ഉള്ളൂ? പരിശുദ്ധാത്മാവിൽ ഇറങ്ങി വന്ന് ക്രിയ ചെയ്യുമ്പോഴേ പിടികിട്ടുന്നുള്ളൂ. അതുവരെ അവന് പാപമില്ല. കാര്യം മനസ്സിലാക്കാനുള്ള എലിവേഷൻ ഉണ്ടായിട്ടില്ല. ഇതുപോലെ പരിശുദ്ധാത്മ നിയോഗം ലഭിച്ച ആളുകൾക്ക്, സ്പിരിച്വൽ എലിവേഷൻ ഉള്ള ആൾക്കാർക്ക്, അത് എലിവേറ്റഡ് ലെവൽ ഓഫ് നോളജ് ഉള്ള ആൾക്കാർക്ക്, സ്പിരിച്വൽ നോളജ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാകും. അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. മറ്റേ പുള്ളിക്കോ നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്ത് നമ്മുടെ തല മുഴുവൻ വെള്ളം മുഴുവൻ പറ്റുമെന്നല്ലാതെ യാതൊരു ഗുണമില്ല. കാര്യം ചോദിക്കുന്ന എല്ലാ ചോദ്യവും നോൺസെൻസിക്കലാണ്. തിരിച്ച് നമ്മളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നോൺസെൻസിക്കലാണ്. എവറി സിംഗിൾ ക്വസ്റ്റ്യൻ ഈസ് നോൺസെൻസിക്കൽ. അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ തിയോളജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. വെസ്റ്റേൺ തിയോളജി എന്ന് പറഞ്ഞാൽ വേദപുസ്തകം മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുന്നതിന് പകരം വെസ്റ്റേൺ ഫിലോസഫി കൊണ്ട് വേദപുസ്തകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് വെസ്റ്റേൺ തിയോളജി. അങ്ങനെ ഒരു പരിധി വരെ പോയി കഴിഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള എലിവേറ്റഡ് നോളജ് നമുക്ക് എന്നും അന്യമായിരിക്കും. ഹയർ നോളജ് നമുക്ക് ഒരിക്കലും പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു വിഷയം നമ്മളിപ്പം വെളുക്കയിലും ചർച്ച ചെയ്താലും അത് പരിശുദ്ധാത്മ അഭിഷേകം ലഭിച്ച ആളുകൾക്ക് ഇത് ഒരു ചർച്ചയുടെ ആവശ്യമില്ല, മനസ്സിലാകും. മറ്റൊരിന് സാക്ഷാൽ ദൈവം വന്നാലും, പിതാവ് പുത്രൻ പരിശുദ്ധാൽ 3 പേഴ്സണാലിറ്റീസ് അവരുടെ മുന്നേ നിൽക്കുക, എന്നാലും മനസ്സിലാകത്തില്ല. കാര്യം മനസ്സിലാകാനുള്ള സോഫ്റ്റ്വെയർ ഇവൻ്റെ അകത്തില്ല. അത് വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറയും. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വിസ്ഡം അതില്ല. പിന്നെ എന്തോ മനസ്സിലാകാൻ? ഒരു കുന്തം മനസ്സിലാകത്തില്ല. That is it. Okay. Thank you. Thank you very much, sir. അടുത്ത ചോദ്യം 2 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇതില് മലയാള പരിഭാഷയും ഇംഗ്ലീഷ് പരിഭാഷയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഭാഗങ്ങളിൽ എന്നാണ് പ്രേക്ഷകൻ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതില്. ഗോഡ്ലിനെസ് എന്ന ഇംഗ്ലീഷ് വെർഷന് 3-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും ഭക്തി എന്നാണ് മലയാളത്തിൽ കാണുന്നത്.
അതുപോലെ വെർച്യു എന്ന വാക്കിന് വീര്യം എന്ന് കാണുന്നു. എബ്രായ ഭാഷയിൽ ഇത് എങ്ങനെയാണ്? ഇതേ അധ്യായം 5-ാം വാക്യത്തിൽ വിശ്വാസത്തോട് വീര്യവും തുടർന്നുകൊണ്ട് കൂട്ടിക്കൊള്ളുവീൻ എന്ന് കാണുന്നു. ഇവിടെ ആഡ് ടു അഥവാ കൂട്ടിക്കൊള്ളുവീൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ വെർണാക്കുലറിൽ മാത്രമേ വായിക്കാവൂ. ഇത് വെർണാക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയായ മലയാളമോ അല്ലെ കന്നഡയോ തമിഴോ ഹിന്ദിയോ തെലുങ്കോ അതിൽ മാത്രമേ വായിക്കാവൂ. മലയാളത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മലയാള പദാവലിയിൽ ഈ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ടല്ലോ. വീര്യം എന്ന് പറയുമ്പം അതിനൊരു ഫുൾ ഓഫ് വൈറ്റാലിറ്റി അല്ലയോ, എനർജി അല്ലയോ അല്ലേ? ഈ ഭക്തി എന്ന് പറയുമ്പം അത് ദൈവത്തോടുള്ള ബഹുമാന പുരസ്കരമായ മനോഭാവത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. പാമ്പിനെ കാണുമ്പോൾ നമ്മൾ പേടിക്കത്തില്ലയോ? ഫിയർ അല്ലയോ? പാമ്പിനെ കാണുമ്പോൾ ഭക്തി ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? ചിലർക്കുണ്ടാകാറുണ്ട്. അയ്യോ സർപ്പ ഭഗവാൻ എന്ന് പറഞ്ഞൊക്കെ. അത് ചില ജനുവിനല്ലല്ലോ അത്. എന്നാൽ അതിൻ്റെ ഒറിജിനൽ ഹീബ്രുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിനോട് ഒരുപാട് അടുത്ത് വരുന്ന വാക്കുകളാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അർത്ഥം വെളിവാക്കത്ത രീതിയിൽ ഒരുപാട് ക്ലോസ് ആണ്. സോ ക്ലോസ് ടു ഒറിജിനൽ ഹീബ്രു ആണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഈ പുസ്തകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹീബ്രു സ്കോളേഴ്സ് ആയിരുന്നു ചെയ്തത്, ഹീബ്രു അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല വേർഡ്സ് കിട്ടി ഇതിനകത്ത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസ് അപ്പോസ്തലൻ എബ്രായ ഭാഷയിൽ എഴുതിയ ലേഖനമാണിത്. പത്രോസ് പറഞ്ഞുകൊടുത്ത് വേറൊരാൾ എഴുതിയാലും പത്രോസ് നേരിട്ട് എഴുതിയാലും നോ വേ ഹിം റൈറ്റിംഗ് ഇൻ ഗ്രീക്ക്. ആ വിദ്യാഭ്യാസമുള്ള ആളല്ല അദ്ദേഹം. സോ ദ ലാംഗ്വേജ് ഇസ് ഹീബ്രു. രണ്ട്, ഹീബ്രു ഗ്രാമറിൽ ഹീബ്രുവിൻ്റെ ഗ്രമാറ്റിക്കാലിറ്റിക്ക് മാത്രം അർത്ഥം പറയാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് ഭക്തി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷ് വഴി വന്ന മലയാള പരിഭാഷയാണ്. ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ മലയാളത്തിൽ നമുക്ക് ഹീബ്രു സ്കോളേഴ്സ് ഉണ്ടായിരുന്നു തരുന്നതിന് വേണ്ടി. അപ്പോൾ ചോദിച്ചേക്കാം, ഇംഗ്ലീഷിലില്ലായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ വേർഡ്സ് ഇല്ല. വേർഡ്സിൽ എന്ന് പറയുന്നത് കുറെ കൂടെ നല്ലത്. ഗ്രമാറ്റിക്കാലിറ്റി ഇല്ല. ഗ്രമാറ്റിക്കാലിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ഈ വില്യം ടിൻഡേലിൻ്റെ ഇംഗ്ലീഷാണ് പുതുക്കി പിന്നെ നമ്മുടെ കിങ് ജെയിംസ് ബൈബിളാകുന്നത് 1611 ടിൻഡേലിൻ്റെ ഇംഗ്ലീഷ് തന്നെ 15th സെഞ്ചുറി 15ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷാണ്. 15ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷാണ് പുള്ളി 16ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചത്. അപ്പം അന്ന് ഇംഗ്ലീഷിന് ഗ്രാമറില്ല. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടായിട്ടില്ലെന്ന്.
ഗ്രാമർ ഇല്ല. ഇംഗ്ലീഷ് ഭാഷയിൽ ഗ്രാമർ ഉണ്ടാകുന്ന 18ാം നൂറ്റാണ്ടില, 18th സെഞ്ചുറിയിലാണ്. ഓക്കെ. ജോൺ ഡ്രൈഡന്റെ കാലത്താണ് ഗ്രാമർ ഉണ്ടാകുന്നത്. അതിന് ഗ്രാമർ ഇല്ല. അപ്പോൾ സൂക്ഷ്മമായ ഗ്രമാറ്റിക്കൽ ചേഞ്ചസ് കൊണ്ട് അർത്ഥം മാറുന്നതായ പ്രയോഗങ്ങളുണ്ട്. ഓക്കെ. അർത്ഥം മാറുന്ന പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കണം. ഓക്കെ. പ്രിപ്പോസിഷൻസ് ആണ് ഒരു കാര്യവും മറ്റൊരു കാര്യവും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറയുന്നത്. ഒരു കാര്യം മറ്റൊരു കാര്യം ബന്ധം പറയുന്നത് പ്രിപ്പോസിഷനാണ്. ഓക്കെ. ദ ഡോഗ് ഈസ് ഓൺ ദ ടേബിൾ എന്നും അണ്ടർ ദ ടേബിൾ എന്നും വിത്ത് ദ ടേബിൾ എന്നും ബിസൈഡ് ദ ടേബിൾ എന്നും ഓവർ ദ ടേബിൾ എന്നും ബിയോണ്ട് ദ ടേബിൾ എന്നും ഒക്കെ വരുമ്പം ഡോഗും ടേബിളും തമ്മിലുള്ള ബന്ധം പ്രിപ്പോസിഷനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. യെസ്. ഈ പ്രിപ്പോസിഷൻ നില വന്നിട്ടില്ലാത്തൊരു കാലമാണ് ഇംഗ്ലീഷിന്റെ എന്ന് ഈ വില്യം ടെൻസിന്റെ ഇംഗ്ലീഷിന്റെ കാലം. അപ്പോൾ എഴുതാൻ പറ്റത്തില്ല. ഇംഗ്ലീഷിൽ അതിനുള്ള സംഗതിയില്ല. മലയാളം വരുമ്പോഴേക്ക് ഇത്രയും വലിയ പ്രിപ്പോസിഷണൽ ഡിഫറൻസ് ഉള്ള ഒരു ലാംഗ്വേജ് അല്ല മലയാളം. അപ്പൊ ചോദിച്ചാൽ എന്തുകൊണ്ടാണെന്നുള്ളത്. മലയാളം ഓറിയന്റൽ ലാംഗ്വേജ് ആണ്, കിഴക്കിന്റെ ഭാഷയാണ്, കിഴക്കിന്റെ ഭാഷയാ. ഇപ്പൊ കന്നഡയും തമിഴും ഒക്കെ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് അല്ലേ? ഇതുപോലെ തമിഴും മലയാളം തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഒട്ടും അറിയാമത്തനാണെങ്കിലും രക്ഷപ്പെട്ടു പോകും. അങ്ങനെ. മറ്റേന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ലാംഗ്വേജ് ഇംഗ്ലീഷ്. അവർ ഒരു പിടിയും കിട്ടത്തില്ല, എത്തിപ്പിടിയും കിട്ടത്തില്ല. അപ്പം വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയത്തോട് സ്ഥിരത എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ എൻ്റെ ഒറിജിനൽ ഹീബ്രു പോകുമ്പോൾ അങ്ങനെ അതെന്തറിയാമോ? ഓൺ ദ ഫസ്റ്റ് ലെവൽ, ലോവസ്റ്റ് ലെവലിൽ നിൽക്കുന്ന വിശ്വാസമാണ്. ഓൺ ദ ടോപ്പ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ മുകളിൽ ആയിരിക്കണം വീര്യം, വൈറ്റാലിറ്റി, എനർജി. അത് ഈ നല്ല ആള് വളരെ വീര്യമുള്ള ആളാണ്, പക്ഷെ വിശ്വാസം ഇല്ല, അതിന് ഫൗണ്ടേഷൻ ഇല്ല. വീര്യത്തോടാണ് പരിജ്ഞാനം. ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്, ഓൺ ദ ടോപ്പ്, ഓൺ ദ ടോപ്പ്, ഓൺ ദ ടോപ്പ്, ഓൺ ദ ടോപ്പ് പറഞ്ഞ് മേളിൽ കൊണ്ടുവന്ന് ഭക്തി മേളിൽ കൊണ്ടുവന്ന് ആ ഭക്തിക്ക് ഗോഡ്ലിനെസ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഭക്തിക്ക് വേറെ വേർഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ഗോഡ്ലിനെസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം പോലും ആകുന്നില്ല, വാക്കിന്റെ പരിമിതി. പക്ഷെങ്കിൽ മലയാളത്തിൽ ഭക്തി എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞു, കംപ്ലീറ്റ് ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ ബൈബിൾ റീഡിങ്ങിന് ആൾക്കാരുടെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വെർനാക്കുലറാണ് വായിക്കേണ്ടത്, ഇംഗ്ലീഷ് അല്ലെന്ന് പറയും. വെർനാക്കുലർ യു ഷുഡ് റീഡ്, നോട്ട് ഇംഗ്ലീഷ്. കാരണം ഇംഗ്ലീഷിൽ ഈ ബൈബിൾ പഠിക്കാൻ വേണ്ടി സമയം കാട്ടിച്ച് മാറ്റിവെച്ച കുറേ ഒന്നീ സോ കോൾഡ് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ പണക്കാരുണ്ട്. അവരിങ്ങനെ ജീവകാലം വീണ്ടും അതും വായിച്ച് പുസ്തകം എഴുതിയിരിക്കും. പക്ഷെ കോമൺ പബ്ലിക്കിന് ബൈബിൾ നോളജ് വളരെ കുറവാണ്, പിറ്റിയബിളി ലോ ആണ്. നമ്മുടെ നാട്ടിലെ മൗമന്റ് ചർച്ചിലെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന്റെ നിലവാരം ഇവിടുത്തെ പാസ്റ്റർമാർക്കില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഷോക്ക്ഡ് ആകും, ബാബു ചുമ്മാ പറയാണെന്ന്.
28 ഇയേഴ്സായിട്ട് ഞാൻ ബിഹേവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ എനിക്കറിയുന്നത് അത്ര വേറെ ആർക്കും അറിയാവുന്നത്. ഐ ബീൻ വിത്ത് ദം ഫോർ ദ ലാസ്റ്റ് 28 ഇയേഴ്സ്. അവരുടെ വേദപുസ്തകത്തെ പറ്റിയുള്ള കോമൺ മാൻസ് നോളജ് വളരെ കുറവാണ്. കാരണം ആ ഭാഷയ്ക്ക് അതിൻ്റെ അർത്ഥം കൺവേ ചെയ്യാൻ കഴിയുന്നത് മലയാളത്തിൽ കൺവേ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് താഴത്തെ ലെവലാണ്. മലയാളത്തിന് കുറേ കൂടെ ഭംഗിയായിട്ട് വേദപുസ്തകത്തിൻ്റെ ആശയങ്ങൾ കൈമാറാൻ കഴിയും ഇംഗ്ലീഷിനെക്കാട്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നൊരു വലിയ ദോഷം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ മദർ ടങ്ക് ബൈബിൾ വായിപ്പിക്കത്തില്ല. എല്ലാവരും ഇംഗ്ലീഷ് വായിപ്പിക്കത്തുള്ളൂ. അവിടെ ഇംഗ്ലീഷ് വായിക്കുന്നതുകൊണ്ട് തന്നെ പറ്റുന്ന കുഴപ്പം, അതിൽ നിന്ന് അറിയേണ്ട കാതലായ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും പറ്റത്തില്ല. ഈ വഴിതെറ്റിക്കുന്ന ഇംഗ്ലീഷ് വേദപുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഒരിക്കൽ ഞാൻ ഗുഡ് ന്യൂസ് പബ്ലിഷ് ചെയ്തു. ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് വഴിതെറ്റിക്കുന്ന ഇംഗ്ലീഷ് വേദപുസ്തകങ്ങൾ. ഇംഗ്ലീഷ് വേദപുസ്തകമാണോ നീ വഴിതെറ്റിപ്പോയി, ഇതിനകത്തൊരു സംശയമില്ല. കാരണം എന്താ, അറിയേണ്ട എത്രയോ കാര്യങ്ങൾ അവർ കൺവേ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അപ്പം ഈ ചോദ്യത്തിന് ഹീബ്രുവിൽ എന്ത് പറഞ്ഞിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് ആ വെക്കാബിലിറ്റി ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇംഗ്ലീഷിനെ കഴിയുന്നിടത്തോളം ആശ്രയിക്കാതിരിക്കുക. ഇനിയൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടെന്നേ അങ്ങ് ചിന്തിക്കണ്ട. ഇത് മുഴുവൻ അങ്ങ് മലയാളത്തിലാണ് ചിന്തിക്കുക, അല്ലെ ഹിന്ദിയിലോ തമിഴിലോ. എനിക്ക് കന്നഡ അറിയത്തില്ല, പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് ഒരിക്കൽ പാസ്റ്റ് ലണ്ടൻ ഞങ്ങളുടെ ചർച്ച വന്നു. അദ്ദേഹം വന്നിട്ട് കന്നഡയിലാണ് മലയാളത്തിലേക്ക് നല്ല ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു, കന്നഡ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു. അദ്ദേഹം കുറേ എക്സാമ്പിൾസ് എടുത്തു. ഐ വാസ് ത്രിൽഡ്. ശരി, കാരണം കന്നഡ കുറെ കൂടി ഡെവലപ്ഡ് ലാംഗ്വേജ് ആണ് മലയാളത്തെക്കാൾ. കുറെ കൂടെ സമ്പുഷ്ടമായ ലാംഗ്വേജ്. യെസ്, തമിഴാണ് പിന്നെ പറയാൻ വേണ്ട, എന്തുഗ്രം ഭാഷയാ. വിത്ത് ഡ്യൂ റെവറൻസ് മാത്രമല്ല, അവർക്ക് ഒത്തിരി വേർഡ് പവർ ഉണ്ട്, ഭയങ്കര വേർഡ് പവർ ഉണ്ട്. അപ്പോൾ ആ ഭാഷയ്ക്കൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് അർത്ഥം തരാൻ കഴിയുന്നത് പോലെ അതിൻ്റെ ഒരു അയലോക്കത്തും ഇംഗ്ലീഷ് വരത്തില്ല. നമ്മൾ ഈ ജാടയാണ്, നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ എന്തോ വലിയ സംതിങ് ആണെന്നും ആ മലയാളം കഞ്ഞി റെസ്പെക്റ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് മലയാളം ബൈബിളിൽ ഇത് പറഞ്ഞിരിക്കുന്നത് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ശുപാർശ. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ സാർ? അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ പിതാവ് ആകർഷിച്ചല്ലാതെ ആരും പുത്രന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് വായിക്കുന്നു. ഈസ് അവർ സാൽവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദ ഫാദർ ഡ്രോ us to him എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. There is always a confusion between the predestination doctrine and the free will of man. നമ്മുടെ രക്ഷ സ്വർഗസ്ഥ പിതാവ് നമ്മെ ആകർഷിക്കുന്നതിന്മേലാണോ ആശ്രയിച്ചിരിക്കുന്നത്? How is this connected to our free will? ഇതും ഈ ആർഗ്യുമെന്റ് ചുമ്മാ ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാക്യമാണിത്. ഇവിടെ ഒരുപാട് പേര് രക്ഷിക്കപ്പെടുന്നില്ല. എന്താ, പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും പുത്തൻ്റെ അടുത്ത് വരാൻ കഴിയത്തില്ല. പിതാവ് ആകർഷിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ തൊണ്ടതീറി പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു, ബൈബിൾ സ്റ്റഡി നടന്നു, പാട്ട് പാടുന്നു, ഭയങ്കര കലാപരിപാടികൾ. പിതാവ് ആകർഷിക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിതാവ് ആകർഷിക്കുന്നില്ല. അടുത്തത്, നമ്മളൊന്നും ചെയ്യേണ്ടത് പിതാവ് ആകർഷിച്ചാൽ മതി, അവൻ പുത്തൻ്റെ അടുത്ത് വന്നോളൂ. പിതാവ് അങ്ങ് ആകർഷിച്ചാൽ മതി, അവൻ പുത്തൻ്റെ അടുത്ത് വന്നോളൂ. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ആരും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ ഉത്തരവാദി ആരാണ്? പിതാവാണ്. പിതാവ് ആകർഷിക്കുന്നില്ല അല്ലേ? ഇനി നമ്മളെന്തിനാ തൊണ്ട കൂരുന്നത്? പിതാവ് ആകർഷിച്ചാൽ പോരെ? പിതാവ് ചെയ്യേണ്ട കാര്യം പിതാവ് ചെയ്യുക, കാര്യം കഴിഞ്ഞല്ലോ.
അത് നമ്മളെ കൊണ്ട് പ്രസംഗിപ്പിക്കുക, പിതാവോട്ട് ആകർഷിക്കത്തുമില്ല, ഒരുത്തനോട്ട് ഗുണം വരത്തുമില്ല. ഇവിടെ നമുക്ക് മറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, പിതാവ് എല്ലാവരെയും ആകർഷിക്കുന്നുണ്ടോ? ഇല്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? എക്സൽ എക്സാറ്റോ എന്നൊരു ടെർമിനോളജിയാണ് ഉപയോഗിച്ചത്. എക്സൽ എക്സാറ്റോ, എക്സൽ എക്സാറ്റോ. എക്സൽ എക്സാറ്റോയില് ദൈവം മാത്രം അറിയാവുന്ന, ദൈവത്തിന് മാത്രം അറിയാവുന്ന ഗോഡ്സ് വേ ഓഫ് പിക്കിംഗ് അപ്പ് ആണ്. ഓൺലി ഗോഡ് നോസ്, നോബഡി എൽസ് നോസ് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക്. ദൈവത്തിനെ അറിയത്തുള്ളൂ, നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ റൈറ്റ് ഇല്ല? പിതാവ് ആകർഷിച്ചിട്ടില്ല എന്ന് പറയാൻ റൈറ്റ് ഇല്ല. എന്തുകൊണ്ട്? എക്സൽ എക്സാറ്റോ എന്ന പ്രോസസ്സിൽ എന്താ നടക്കുന്നുള്ളത് നമുക്കറിയാൻ വയ്യത്തുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. ഇനി പിതാവ് ആകർഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാഞ്ഞെന്ന് ഒരൊറ്റ മനുഷ്യനും ദൈവസന്നിധിയിൽ ന്യായവിധി ദിവസം പറയാനൊക്കത്തില്ല. കാരണം വിത്ത് ഫാക്ച്വൽ എവിഡൻസ് പിതാവ് അവിടെ തെളിയിച്ചു കൊടുക്കും. ഇന്ന സംഭവങ്ങളിൽ നിന്റെ മനസാക്ഷിക്ക് തൊട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഞാൻ നിന്നെ സന്ദർശിച്ചിരുന്നു. ഞാൻ നിന്നെ സന്ദർശിച്ചു. ഐ ഹാഡ് വിസിറ്റഡ് യു ബട്ട് യു വർ റിബല്യസ്. You were rebellious. Not that I didn't visit you, but you were rebellious. അപ്പോൾ അവിടെ ഈ പ്രീഡെസ്റ്റിനേഷനും എന്നൊക്കെ പറയുന്നത്, പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയെന്ന. അവിടെ പോകണോ വേണ്ട നമ്മളാ തീരുമാനിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുക. പക്ഷെ അവിടെ പോകണോ പോകണ്ടെന്ന് ആര് തീരുമാനിക്കണം? ഇനിയും ഞാൻ തീരുമാനിക്കണം. അത് ദൈവത്തെ കുറ്റം വേണ്ടി യാതൊരു കാര്യമില്ല. അപ്പം പിതാവിൻ്റെ ആകർഷണം എന്നുള്ളത് താൻ തൻ്റെ ഇഷ്ടത്തിൽ ചെയ്യുന്നൊരു പ്രവൃത്തി ആയതുകൊണ്ട് അതിനെപ്പറ്റി നമുക്കൊരു എക്സ്പ്ലനേഷൻ ബൈബിളിൽ തന്നിട്ടില്ലാത്തതുകൊണ്ടും ഓൺ വാട്ട് ബേസിസ്, ഓൺ വാട്ട് ക്രൈറ്റീരിയ ആൻഡ് വാട്ട് ഈസ് എ മെത്തഡോളജി, വാട്ട് ഈസ് എ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് ഓരോ വർഷം റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞൊരു ദിനത്തില്ലയോ? ഏത് ബേസിസ് നമുക്കറിയാമല്ലോ, നമ്മൾ പറയാമല്ലോ. ഈ സ്റ്റുഡൻറ് എന്താണ് MSc ഫിസിക്സിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തത്? അതിന്റെ വ്യക്തമായ ഒരു മെത്തേഡുണ്ട് നമ്മൾ ചൂസ് ചെയ്തല്ലേ. ഇതുപോലെ ദൈവം ആകർഷിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ആരുടെ? ദൈവത്തിൻ്റെ. നമുക്കത് മനസ്സിലാകാനുള്ള ബുദ്ധി ഇപ്പം ഇല്ല. ഒരിക്കൽ നമ്മൾ കർത്താവിനെ പോലെ ആകുമ്പോൾ നമുക്കത് മനസ്സിലാകും. അന്നേരം മനസ്സിലായാൽ മതി. അതിനിപ്പം മനസ്സിലാകേണ്ട, അതിനെപ്പറ്റി യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. It's none of your worries to worry. Okay. Thank you very much, sir. Thank you, ma'am. ഈ സെഷൻ ഇവിടെ പൂർത്തീകരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. May God bless you all. Thank you once again. Thank you, ma'am.